മലയാളത്തിൽ രജനീകാന്തിനും കമലഹാസനും മാത്രം നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാർഡം എങ്ങനെയാണ് വിജയ് എന്ന ആക്ടർക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ കിട്ടിയത്? എങ്ങനെയാണ് ഒരു തമിഴ് നടൻ ഓരോ മലയാളിയുടെയും വിജയ് അണ്ണനായി മാറിയത്? ഗില്ലി മുതൽ ലിയോ വരെ ഓരോ സിനിമയിലൂടെയും കേരളത്തിലെ ഫാൻസിന്റെ ഹൃദയം തൊട്ട ആ യാത്രയുടെ കഥയാണിത്. തലപതി വിജയ് സ്വന്തം സിനിമായുഗം അവസാനിപ്പിക്കുമ്പോൾ ആ സ്റ്റോറി അറിയാൻ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ജോസഫ് വിജയ് ചന്ദ്രശേഖർ, ഫേമസ് തമിഴ് ഡയറക്ടർ എസ് എ ചന്ദ്രശേഖറിന്റെ മകൻ. അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള എൻട്രി ഈസി ആയിരുന്നു എന്ന് തോന്നാം. എന്നാൽ സ്റ്റോറി അതായിരുന്നില്ല. 10-ാം വയസ്സിൽ വെട്രി എന്ന സിനിമയിലൂടെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന വിജയ് 18-ാം വയസ്സിൽ നാളെയെ തീർപ്പ് എന്ന സിനിമയിലൂടെ ഹീറോ ആയി. അച്ഛൻ തന്നെയായിരുന്നു ഡയറക്ടർ. പക്ഷെ തുടക്കം ഒട്ടും നന്നായിരുന്നില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വൻ ഫ്ലോപ്പായി. വിമർശനങ്ങളും ബോഡി ഷേമിങ്ങുകളും 4 പാടുന്ന് വളരെ ക്രൂരമായി തന്നെ വന്നു. ഈ ഫേസ് കാണാൻ ആര് തിയേറ്ററിൽ കാശ് കൊടുക്കും എന്ന് ഓപ്പണായി ചോദിച്ച സിനിമ മാഗസിൻസ് പോലും ഉണ്ടായി. ലുക്സിനെയും ആക്ടിങ്ങിനെയും ഡയലോഗ് ഡെലിവറിയെയും കുറിച്ച് പലരും വളരെ മോശമായി കളിയാക്കി. ഒരു ഡയറക്ടറുടെ മകൻ എന്ന ഒറ്റ കാരണത്താൽ നെപ്പോട്ടിസം എന്ന ടാഗ് ഓരോ സിനിമയിലും ഒരു ഭാരമായി കൊണ്ടു നടക്കേണ്ടി വന്നു. അതുപോലെ സിനിമകളുടെ തുടർച്ചയായ പരാജയം കാരണം പലരും അദ്ദേഹത്തെ ഒരു ബിലോ ആവറേജ് ആക്ടറായി എഴുതി തള്ളി.